ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. +1 സീറ്റ് പ്രതിസന്ധിക്ക് സർക്കാർ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്കെന്ന് AP അനിൽകുമാർ MLA. ചാമ്പർ ഓഫ് കേരള കോളേജ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന എഡ്യു കാർണിവലിന് തുടക്കമായി. LICയെ പൊതുമേഖലയിൽ ശക്തിപ്പെടുത്തണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ വാർഷിക സമ്മേളനം. കോഴിക്കോടിന് ഫുട്ബോൾ ആവേശം സമ്മാനിക്കാൻ കോഴിക്കോടിന്റെ സ്വന്തം കാലിക്കറ്റ് FC. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വർഗീയ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കെ ലതികയെ ആദ്യം അറസ്റ്റ് ചെയ്യണമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. പ്രചരിപ്പിച്ച മറ്റ് ഗ്രൂപ്പ് അഡ്മിന്മാരെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. ഇനിയെങ്കിലും പോലീസ് നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്നും പ്രവീൺകുമാർ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു ഹാസ്യം നിരപരാധി റിപ്പോർട്ട് നൽകാൻ. ഇത് കാണിക്കുന്നത് പോലീസിന്റെ നിഷ്ക്രിയത്വമാണ്. ഞാൻ പറയുന്നു, ഇപ്പോഴെങ്കിലും പോലീസ് ഈ നടപടിയുടെ വെളിച്ചത്തിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ആദ്യത്തെ വഴി ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ്. പോലീസ് ആർക്കെങ്കിലും വേണ്ടിയാണോ ഇങ്ങനെ? പോലീസ് CPMന്റെ പോഷക സംഘടനയോട് പ്രവർത്തിക്കുന്നത് വളരെ ലജ്ജാകരമാണ്. കേരളത്തിലെ പോലീസിന് അപമാനക രീതിയിലുള്ള പോലീസ്. ഞാൻ പറഞ്ഞല്ലോ, കെ ലതികയാണ് ഇത് പ്രചരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇത് മുഹമ്മദ് ഖാസിം അല്ല. മുഹമ്മദ് ഖാസിം നിരപരാധിയാണെന്ന് പോലീസ് ഹൈക്കോടതി റിപ്പോർട്ടിന്റെ സാഹചര്യത്തിൽ ഇത് തെളിയണമെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് കെ ലതികയെ, പിന്നീട് പ്രചരിപ്പിച്ചവരെ, പിന്നീട് പ്രചരിപ്പിച്ച ഗ്രൂപ്പിലെ അഡ്മിൻകാരെ അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ തീർച്ചയായും യഥാർത്ഥ പോലീസ് ഈ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന്റെ 2 ദിവസം മുന്നേ പ്രചരിപ്പിച്ചവരാണ് പിന്നിൽ. അതാരാണെന്ന് ഇവർ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഏതായാലും പ്രചരിപ്പിച്ചവർ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. അത് തെളിയണമെങ്കിൽ ഇവർ അറസ്റ്റ് ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥ ആളുകളെ കൊണ്ടുവരുന്നത് അടുത്ത ഞങ്ങളുടെ പോരാട്ടം പോലീസ് ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രത്യേക ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തോൽക്കും, അതിൽ വിജയിക്കും. തീർച്ചയായിട്ടും ഇത് അപകടകരമായ ഈ പ്രചരണം നടത്തിയ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ സമൂഹം കൊണ്ടുവരുന്ന പോരാട്ടമായി കോൺഗ്രസ് അടുത്തത്. ഇതിൽ കൃത്യമായി നടന്ന നടപടിയില്ലെങ്കിൽ പ്രത്യേക ഏജൻസിയെ വെച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി. അത് ഏത് തരത്തിലുള്ള അന്വേഷണമാണ്? അത് നിഷ്പക്ഷമായിരിക്കണം. എന്ന് വന്നാൽ അത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. ഞങ്ങൾ പോലീസ് ഇതിൽ ഇനിയും നിഷ്ക്രിയത്തെ കാണിച്ചാൽ ഈ അരുചിയുമായി ഞങ്ങൾ ഹൈക്കോടതി സമീപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. +1 സീറ്റ് പ്രതിസന്ധിക്ക് സർക്കാർ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് AP അനിൽകുമാർ MLA. സീറ്റ് പ്രതിസന്ധിക്കെതിരെ KSU നടത്തിയ സമരപരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രത്യക്ഷ സമരം ആരംഭിച്ച് KSU. കോഴിക്കോട് DDE ഓഫീസിനു മുന്നിൽ നടന്ന ഏകദിന ഉപവാസ സമരം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാർ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന് KSU അറിയിച്ചു. തിരുവനന്തപുരത്തും സമാനമായിട്ടുള്ള രീതിയിൽ സമരവുമായി പിന്നീട് ജില്ലാ KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സംസ്ഥാന KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വലിയ മാർച്ചുകളുമൊക്കെയായി കടന്നു വന്നുകൊണ്ട് ഈ വിഷയം ഏറ്റവും അടിയന്തരമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇതൊരു താൽക്കാലികമായിട്ടുള്ളൊരു പരിഹാരമല്ല ഈ വിഷയത്തിൽ കാണേണ്ടത്, മറിച്ച് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം. അധിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് കേരളത്തിലെ +1
പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന ഒരു ആവശ്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളുടെ ഏക സംഘടനയായ ചാംബർ ഓഫ് കേരള കോളേജ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന എഡ്യു കാർണിവലിന് തുടക്കം. ഉദ്ഘാടന വേദിയിൽ കുവൈത്ത് ദുരിതബാധിതരുടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ചു. ജൂൺ 15-16 തീയതികളിൽ കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിലാണ് എഡ്യു കാർണിവൽ നടക്കുന്നത്. 30,000-ലധികം വിദ്യാർത്ഥികൾ, പ്രൊഫഷണലുകൾ, വ്യവസായ പ്രതിനിധികൾ തുടങ്ങിയവരും പ്രൊഫഷണൽ കോളേജുകളും പങ്കെടുക്കുന്ന എഡ്യു കാർണിവൽ വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ സാധ്യതകൾക്കായുള്ള അപൂർവ വേദിയാണ്. കുവൈത്ത് അഗ്നിബാധ ദുരന്തത്തിൽ മരണമടഞ്ഞവർക്കുള്ള ആദരസൂചകമായി 1 മിനിറ്റ് മൗനം പാലിച്ചുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത്. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ചെയർമാൻ ഷവലിയാർ സി ചാക്കുണ്ണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ എഡ്യു കാർണിവൽ 2024 എന്ന ഈ ഒരു പ്രോഗ്രാമിന് വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിഗിനിങ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. CKC ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു. കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്. കേരളത്തിനില്ലാത്ത വിഭവങ്ങളില്ല, കേരളത്തിനില്ലാത്ത മറ്റു പദവികളില്ല. പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി ഉരച്ചു നോക്കുമ്പോൾ ഒരു ചെറിയ വിശ്വാസ്യത കുറവ് നേരിട്ടിട്ടുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. അതിൽ നിന്ന് വിഭിന്നമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എമിനൻ്റായ ആളുകളെല്ലാം കൂടെ ചേർന്നെടുത്തൊരു തീരുമാനമാണ് കേരളത്തിനെ ഭാവിയിൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റണം. അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ കേരളത്തിലെ 2000-ഓളം വരുന്ന പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ മാനേജ്മെൻറ്റുകൾ ഒത്തുചേർന്നുകൊണ്ട് ഒരു കൺസോർഷ്യം രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ പേരാണ് ചേംബർ ഓഫ് കേരള കോളേജസ്. CKC ജനറൽ സെക്രട്ടറി MM കരീം, വൈസ് ചെയർമാൻ G ഹരികുമാർ, ട്രഷറർ സന്ധ്യ മന്നത്ത്, ക്രൈസ്റ്റ് നോളജ് സിറ്റി ചെയർമാൻ PJ പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. CKC ജോയിന്റ് സെക്രട്ടറി M നാരായണൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി MPA റഹീം തുടങ്ങിയവരും സന്നിഹിതരായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. LICയെ പൊതുമേഖലയിൽ ശക്തിപ്പെടുത്തണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ. LICയുടെയും ജീവനക്കാരുടെയും സംരക്ഷണത്തിനായി വിവിധ പ്രമേയങ്ങൾക്ക് അംഗീകാരം നൽകിക്കൊണ്ട് LIC എംപ്ലോയീസ് യൂണിയൻ വാർഷിക സമ്മേളനം കോഴിക്കോട്ട് നടന്നു. LICയുടെ ഓഹരി വിൽപ്പന സർക്കാർ അവസാനിപ്പിക്കണമെന്നും LICയെ പൊതുമേഖലയിൽ ശക്തിപ്പെടുത്തണമെന്നും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് വയനാട് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യൂണിയൻ ഗവൺമെന്റിന്റെ ഇത്തരം പരിഷ്കരണ നടപടിക്കെതിരെ ലൈഫ് ഇൻഷുറൻസ് ജീവനക്കാർ പോരാട്ടത്തിന് തയ്യാറാവണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പൊതുസമ്മേളനം LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി IK ബിജു ഉദ്ഘാടനം ചെയ്തു. എത്രമാത്രം തീവ്രമായിട്ടുള്ള അടിച്ചമർത്തൽ, ഏകപക്ഷീയത, അവിടെയൊക്കെ വിദ്യാർത്ഥികളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വർഗീയമായിട്ടുള്ള നിലപാടുകൾ, നമ്മുടെ പാഠ്യപദ്ധതി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള, അതിലേക്ക് കൃത്യമായിട്ടുള്ള ഹിന്ദുത്വം കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെയൊക്കെ നടന്നിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട്.
മാധ്യമങ്ങളെ ഈ സമരങ്ങളെ ഒന്നും ഉയർത്തിക്കാട്ടിയിട്ടില്ല, ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഓർമ്മയുണ്ടാവും, ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന കർഷക സമരം. ആ കർഷക സമരത്തെ അടിച്ചമർത്തുന്നതിന് റോഡ് വെട്ടിക്കുഴിച്ചുകൊണ്ട് അവര് ഒരുക്കിയിരുന്ന ഭക്ഷണ സംവിധാനങ്ങളും വെള്ളവും വെളിച്ചവും നിഷേധിച്ചുകൊണ്ട് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി MJ ശ്രീറാം, LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ വൈസ് പ്രസിഡന്റ് U പ്രദീപൻ, വനിതാ സബ് കമ്മിറ്റി കൺവീനർ T ബിന്ദു തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ ജൂൺ 16 സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ശ്രീനാരായണ സെന്റിനറി ഹാളിൽ നടക്കുന്ന ക്യാമ്പിന് കൊച്ചി അമൃത ആശുപത്രിയിലെയും വെള്ളിമാടുകുന്ന് അമൃതകൃപ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെയും ഡോക്ടർമാർ നേതൃത്വം നൽകും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗവും എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ചേർന്ന് ജൂൺ 16 ശ്രീനാരായണ സെന്റിനറി ഹാളിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുകയെന്ന് ക്ഷേത്രയോഗം വൈസ് പ്രസിഡന്റ് P സുന്ദർദാസ്, വെള്ളിമാടുകുന്ന് അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി എന്നിവർ പറഞ്ഞു. ഈ ക്യാമ്പിനുള്ള മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വെഹിക്കിൾ അത് എയിംസിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. ആ ഒരു വെഹിക്കിളിൽ എക്സ്റേ യൂണിറ്റുകൾ, അതേപോലെ തന്നെ എക്കോസിസ്റ്റം, ECG തുടങ്ങിയവയൊക്കെ എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പം അത് വരുന്ന രോഗികളെ സംബന്ധിച്ച് നമ്മൾ സൗജന്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സൗകര്യം അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മരുന്ന് നമ്മൾ പരിശോധനയ്ക്ക് ശേഷം ഇടുന്ന മരുന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിന് എയിംസിൽ നിന്ന് സീനിയേഴ്സ് ഡോക്ടേഴ്സ് അടക്കം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരടക്കം. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ഓഫീസ്, വെള്ളിമാടുകുന്ന് അമൃതകൃപ ക്ലിനിക്ക് എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കായി 9495365484 എന്ന നമ്പറിലും ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോടിന് ഫുട്ബോൾ ആവേശം സമ്മാനിക്കാൻ കോഴിക്കോടിന്റെ സ്വന്തം സൂപ്പർ ലീഗ് ക്ലബ്ബ്. കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ കാലിക്കറ്റ് FC പ്രഖ്യാപനം നടത്തി. MK രാഘവൻ MP ലോഗോ പ്രകാശനം ചെയ്തു. പ്രമുഖ IT വ്യവസായി VK മാത്യൂസ് ആണ് ക്ലബ്ബ് ഉടമ. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് FC കളത്തിലിറങ്ങും. കാലിക്കറ്റ് FCയിൽ ആകെ 25 കളിക്കാരാണുള്ളത്. അതിൽ 6 പേർ വിദേശത്തു നിന്നും, 7 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, 12 പേർ കേരളത്തിൽ നിന്നുമായിരിക്കും. ഹെഡ് കോച്ച് വിദേശത്ത് നിന്നാകും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയമായിരിക്കും ക്ലബിന്റെ ഹോം ഗ്രൗണ്ട് എന്നും IBS സോഫ്റ്റ്വെയർ സ്ഥാപകനും ക്ലബ് ഉടമയുമായ VK മാത്യൂസ് പറഞ്ഞു. കോഴിക്കോട് താജ് ഗേറ്റ് വേയിൽ നടന്ന ചടങ്ങിൽ കാലിക്കറ്റ് FCയുടെ ലോഗോ MK രാഘവൻ MP പ്രകാശനം ചെയ്തു. ശരിക്കൊരു പ്രത്യേകിച്ച് ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ആവശ്യകത കൂടുന്നു എന്നുള്ളത് കൊണ്ട് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ബാസ് മീരാൻ പറഞ്ഞ ഷെയർ ചെയ്യുന്നു. കൊച്ചിയിലെ എയർപോർട്ട് പോലുള്ള ഒരു പുതിയ സംരംഭം, ഒരു നല്ലൊരു വെഞ്ചറിന് സ്കോപ്പുണ്ട് കോഴിക്കോട്. അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി IBS ഏറ്റെടുക്കണം എന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമായിട്ടുള്ള അഭ്യർത്ഥന. കാരണം കോഴിക്കോടിൻ്റെ വളരെ കാലത്തൊരു ആവശ്യമാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള 6 ടീമുകളാണ് കേരള സൂപ്പർ ലീഗിലുള്ളത്. സെപ്റ്റംബർ 1 കൊച്ചിയിലാണ് ക്ലബിന്റെ ഉദ്ഘാടന മത്സരം. ഫുട്ബോൾ ക്ലബ്ബ് ഉടമയാകാനുള്ള തീരുമാനത്തിന് നിരവധി കാരണങ്ങൾ ഉണ്ടെന്നും SLKയിലൂടെ സംസ്ഥാനത്തെ ഫുട്ബോൾ മത്സരങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനാകുമെന്ന് വിശ്വസിക്കുന്നതായും IBS സോഫ്റ്റ്വെയർ സ്ഥാപകനും ക്ലബ് ഉടമയുമായ VK മാത്യൂസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
the real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അഖില കേരള തിരുവാതിരക്കളി ശില്പശാല രണ്ടാം ഘട്ടം ജൂൺ 17 തിങ്കളാഴ്ച കണ്ണഞ്ചേരി GLP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള തിരുവാതിരക്കളിയിലെ ശൈലി ഭേദങ്ങളും അവതരണ വൈവിധ്യങ്ങളും തനത് ചുവടുകളും പരിചയപ്പെടുത്തുകയാണ് ശില്പശാലയുടെ ലക്ഷ്യം. തിരുവാതിരക്കളിയിൽ ഒരുപാട് ശൈലി ഭേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് വടക്കൻ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ, മധ്യ കേരളത്തിൽ ഇതിലെ അനുഷ്ഠാനപരമായിട്ടും അവതരണത്തിനും ഒരുപാട് ശൈലി ഭേദങ്ങളുണ്ട്. അപ്പൊ ഇത് ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെ കേരളത്തിൽ നടന്നിട്ടില്ല. അത്തരം ശില്പശാലകൾ കേരളത്തിൽ നടന്നിട്ടില്ല. അപ്പൊ ഇത് സ്വാഭാവികമായും പ്രയാസം ഉണ്ടാക്കുന്നത് നമ്മുടെ കലോത്സവ വേദികളിലാണ്. കഴിഞ്ഞ കുറെ വർഷക്കാലം സ്റ്റേറ്റ് കലോത്സവത്തിലെ വിധികർത്താവായിരുന്നു തിരുവാതിരക്കളിയുടെ. ഇപ്പൊ തെക്കൻ കേരളത്തിലെ രീതിയിലല്ല വടക്കൻ കേരളത്തിൽ കളിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് പലപ്പോഴും ഏറ്റവും മികച്ച പെർഫോമൻസിന് പോലും പിന്നോക്കം തള്ളുന്നത്. അപ്പൊ ഈ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞൊരു ഉദാഹരണം മാത്രം പറയാം. നമ്മളിപ്പം തിരുവാതിരക്കളി കളിക്കുമ്പം ഗണപതി കൈ, സരസ്വതി, അത് കഴിഞ്ഞ് പദം, പിന്നെ കുമ്മി, കുറത്തി, വഞ്ചിപ്പാട്ട്, ഇങ്ങനെ കുറെ ക്രമങ്ങളുണ്ട്, അവതരണ ക്രമങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ വടക്കൻ കേരളത്തിൽ അത് ആദ്യം കളിക്കുക കുമ്മിയാണ്. തെക്കൻ കേരളത്തിലാണെങ്കിൽ അത് കുറത്തിയാണ് കളിക്കുക. അത് ഗുരുവായൂർ സൈഡ്, മധ്യ കേരളത്തിലൊക്കെ ആണെങ്കിൽ അതിന് വഞ്ചിപ്പാട്ടാണ്. അപ്പം ഗുരുവായൂരുള്ള ഒരാളാണ് വിധികർത്താവായിരുന്നെങ്കിൽ സ്വാഭാവികമായും മലബാറിൽ നിന്ന് വരുന്ന തിരുവാതിരക്കളിക്ക് സമ്മാനം കൊടുക്കില്ല. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തിരുവാതിരക്കളി ശില്പശാലയിൽ കേരളത്തിലെ തിരുവാതിരക്കളി രംഗത്തെ പ്രഗത്ഭരായ ഡോക്ടർ C ശാന്തകുമാരി, റിട്ടയർഡ് പ്രൊഫസർ P അംബുജാക്ഷി, ഹരിപ്പാട് ശാന്തകുമാരി അമ്മ, ഗീതാ ശർമ്മ, പ്രീത ബാലകൃഷ്ണൻ, മായ നെല്ലിക്കോട് തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി അജയ്കുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ തിരുവാതിരക്കളി പാട്ട് രചയിതാവ് KLM സുവർദ്ധനെ ആദരിക്കുമെന്നും സുവർണ ചന്ദ്രോത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കടലിനടിയിലെ അദ്ഭുത കാഴ്ചകൾ കാണികൾക്ക് സമ്മാനിക്കുന്ന മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ജൂൺ 23 വരെ നീട്ടിയതായി സംഘാടകർ അറിയിച്ചു. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായ കാലാവസ്ഥയെയും അതിജീവിച്ചാണ് വലിയ പൊതുജന പങ്കാളിത്തത്തോടെ പ്രദർശനം നടക്കുന്നതെന്നും അവർ പറഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ലോകോത്തര നിലവാരത്തിലുള്ള അത്ഭുത ഇനം മത്സ്യങ്ങളുടെ വിപുലമായ ശേഖരമാണ് പ്രദർശനത്തിലുള്ളത്. ഇതുകൂടാതെ 100-ലധികം വിവിധ സ്റ്റാളുകളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോടിന് പുറമെ വയനാട്, മലപ്പുറം, പാലക്കാട്, കാസർഗോഡ്, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ പ്രദർശനം കാണുവാൻ എത്തുന്നുണ്ടെന്ന് PRO സുധീർ കോയ, മാനേജർ സന്തോഷ് തുളസീധരൻ തുടങ്ങിയവർ പറഞ്ഞു. ഈ പ്രതികൂല കാലാവസ്ഥയിലും വമ്പൻ വിജയമാണ് കോഴിക്കോട്ട് എക്സിബിഷൻ. ആയതിനാൽ തന്നെ 23-ാം തീയതി വരെ, ഈ മാസം 23-ാം തീയതി വരെ പ്രദർശനം നീട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെർമെയ്ഡുകളാണ്. പിന്നെ കേരളത്തിൽ തന്നെ കോവളത്തും തിരുവനന്തപുരത്തൊക്കെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂബ ഡൈവേഴ്സ്, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു. 120 രൂപയുടെ ടിക്കറ്റ് നിരക്കായിരുന്നു. 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആയിരുന്നു. പിന്നെ ഭിന്നശേഷിക്കാർക്കും നമ്മൾ ഫ്രീ ആയിരുന്നു. അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാക്കിംഗ് വേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 5 വയസ്സിന് മുകളിൽ പ്രായമായ എല്ലാവർക്കും 120 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിൽ 50% ഇളവ് ലഭിക്കും. അംഗപരിമിതി ഉള്ളവർക്ക് പ്രവേശനം സൗജന്യമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കാനിരിക്കെ സർവകലാശാലകൾ വിദ്യാർത്ഥികളെ പരീക്ഷണ വസ്തുക്കളാക്കരുതെന്ന് യങ് എബുലന്റ് സ്റ്റുഡൻസ് ഇന്ത്യ. 4 വർഷ കോഴ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ ഗൃഹപാഠങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തണമെന്നും യെസ് ഇന്ത്യ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഒരു കോഴ്സിന് കുട്ടികൾക്ക് മേജർ കോഴ്സുകൾ എടുത്ത് പഠിക്കാം. അതിന് പുറമെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ടായിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വെറൈറ്റി ഓഫ് കോഴ്സസ് അവിടെ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു BCom കോഴ്സിന്റെ ഒരു സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ BCom കോഴ്സിന് അനുവദിച്ചിട്ടുള്ള മൈനർ കോഴ്സുകളായിട്ട് അനുവദിച്ചിട്ടുള്ളത് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മേഖലയിൽ തന്നെയുള്ള കോഴ്സുകളാണ്.
ബികോം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് വിഷയങ്ങളിൽ ഏതെങ്കിലും ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിമിതി അവസരങ്ങൾ വളരെ പരിമിതമാണെന്നുള്ളതാണ്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പിന്നെ ബിരുദത്തിന്റെ അവസാന ഘട്ടത്തിൽ നടക്കുന്ന ഇന്റേൺഷിപ്പ് സൗകര്യങ്ങൾ സ്വകാര്യ ഏജൻസികളും കമ്പനികളും വിദ്യാർത്ഥികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനുള്ള അവസരമായിട്ട് മാറരുത്. 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്ന അക്കാഡമിക നേട്ടങ്ങൾ കൈവരിക്കുക എന്നതും വിദ്യാർത്ഥികൾക്ക് ഗവേഷണ തൊഴിൽ രംഗങ്ങളിൽ മികവ് കൈവരിക്കാൻ പ്രാപ്തമാക്കുക എന്നതും മറന്നുകൊണ്ടാണ് സർവകലാശാലകളും സർക്കാരും പ്രവർത്തിക്കുന്നതെന്ന് യെസ് ഇന്ത്യ സാരഥികൾ പറഞ്ഞു. ഓരോ കോളേജിലും ചുരുങ്ങിയത് 10 മേജർ കോഴ്സുകളും 15 മൈനർ കോഴ്സുകളും ഓഫർ ചെയ്യാനാവുന്ന വിധം കോഴ്സുകൾ പുനഃക്രമീകരിക്കുക, സർക്കാർ കോളേജുകളിൽ ആവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കുക, ഹിന്ദി, അറബിക്, ഉറുദു, സംസ്കൃതം തുടങ്ങിയ ഭാഷാ വിഷയങ്ങളിൽ ഓരോ കോളേജിലും ഒരു സ്ഥിരം അധ്യാപകനെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സംഘടന മുന്നോട്ട് വെച്ചു. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനും എല്ലാവർക്കും പ്രാപ്യത ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ ഇടപെടൽ നടത്തണമെന്നും യെസ് ഇന്ത്യ ഭാരവാഹികളായ മുഹമ്മദ് റസൽ, അരുണിമ എം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. +1 സീറ്റ് പ്രതിസന്ധിക്ക് സർക്കാർ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്കെന്ന് AP അനിൽകുമാർ MLA. ചാമ്പർ ഓഫ് കേരള കോളേജ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന എഡ്യു കാർണിവലിന് തുടക്കമായി. LICയെ പൊതുമേഖലയിൽ ശക്തിപ്പെടുത്തണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ വാർഷിക സമ്മേളനം. കോഴിക്കോടിന് ഫുട്ബോൾ ആവേശം സമ്മാനിക്കാൻ കോഴിക്കോടിന്റെ സ്വന്തം കാലിക്കറ്റ് FC. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.